അങ്ങനെ മഹർഷി പോയി. കൊട്ടാരം വീണ്ടും കൊട്ടാരം പോലെ വിളങ്ങി. ധാത്രി ആ മോചനത്തിൽ ആശ്വസിച്ചു. അച്ഛൻ്റെ തലയിൽ നിന്നും ഭാരമൊഴിഞ്ഞു. മഹർഷി പോകുമ്പോൾ എനിക്ക് ദേവാഹൂതി മന്ത്രം ഉപദേശിച്ച കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കൊട്ടാരത്തെ വൃത്യന്മാരെയെല്ലാം ദുർവാസാവിനെ മറന്നു. ഭോജാപുരിയെ സംബന്ധിച്ചിടത്തോളം ദുർവാസാവ് നിമിഷ നേരത്തേക്ക് വ്യാപിച്ച ഒരു കാർമേഘം പടലമായിരുന്നു. എന്നാൽ ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. നീ വീരമാതാവാകും. ആ വാക്കുകൾ ഓർത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലജ്ജ നിറയുന്നു. ചിലപ്പോൾ ഞാൻ ദിവസങ്ങളോളം മിണ്ടാതിരിക്കും. മന്ത്രധ്വനി എൻ്റെ കാതുകളിൽ അലയടിക്കും. സംസാരിക്കാൻ അതിയായ ആഗ്രഹം തോന്നും. പക്ഷേ സംയമനം പാലിക്കും. നരിച്ചുള്ളൂ നായയുടെ പിറകെ പോകും പോലെ ആ ശബ്ദം എൻ്റെ മനസ്സിനെ പിന്തുടരും. മനസ്സിലെ ഈ ആന്തരിക സംഘർഷം കാരണം ബാഹ്യ ജീവിതത്തിൽ രസകരങ്ങളായ പല അബ്ദങ്ങളും പിണഞ്ഞു തുടങ്ങി. ഭൃത്യന്മാരെ ദേ എന്ന് ആദരപൂർവ്വം വിളിക്കും. അവർക്ക് ആശ്ചര്യത്തോടെ നോക്കും. ഞാൻ ഉടൻ സ്വയം നിയന്ത്രിക്കും. ഇത്തരം പല സംഭവങ്ങളും ദിനങ്ങളിൽ പിന്നിട്ടു. പട്ടണത്തിൽ വസന്തർത്ത് വന്നെത്തി. ഭോജാപുരി വിവിധ വർണ്ണമുള്ള പൂക്കളങ്ങളാൽ ശോഭിച്ചു. സുഗന്ധം എങ്ങും വ്യാപിച്ചു. അതെ, സാക്ഷാൽ അംഗരാജാവായ കർണന്റെ 9ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വസന്തം, വർഷത്തുവിൻ്റെ ഇന്ദ്രധനുസ് ഭൂമിയിൽ പതിച്ചതിൻ്റെ പ്രതിബിംബമാണിത്. ഞാനെന്നും രാജപ്രസാദത്തിൽ കയറി നിന്ന് നാനാവർണ്ണ പുഷ്പങ്ങൾ അലങ്കൃതമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. ഒരു പ്രഭാതത്തിൽ ഞാൻ സൗധത്തിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു. മന്ദമാരുതൻ അശ്വനദിയിലെ കളകരാരവം എന്നിലെത്തിച്ചു. നഗരമാകെ പതുക്കെ കണ്ണു തുറക്കുകയായിരുന്നു. പശുവിൻ്റെ കഴുത്തിലെ മണിനാദം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷികളുടെ കളകൂജനം കേൾക്കാം. സൂര്യദേവൻ മന്ദം മന്ദം കിഴക്ക് ഉയർന്നു വന്നു. അതിൻ്റെ കിരണസ്പർശത്താൽ ഓരോ വസ്ത്രവും ജാഗ്രതരായി. എൻ്റെ ശരീരത്തിൽ സ്വർണഹീർണമായ കുളിരനുഭവപ്പെട്ടു. പിന്നെ പിന്നെ ആ തേജസ് പൂർണ്ണാകാരം പ്രാപിച്ച് കിഴക്കുയർന്നു. എത്ര തേജസ്സാർന്ന രൂപം! ആ തേജസ്സിൻ്റെ അനേകം രശ്മികൾ ഭൂമിയുടെ ഓരോ ഗണവും പ്രകാശമാനമാക്കി. എൻ്റെ മനസ്സിൽ വിചിത്രമായ ചിന്ത അന്തരിച്ചു. ഞാൻ ഈ ഭൂമിയെപ്പോലെ വിസ്ത്രാതിക്രമമുള്ളതായിരുന്നെങ്കിൽ ഈ തേജോ രൂപത്തിൻ്റെ പ്രകാശം എൻ്റെ ശരീരം ആസകലം സ്പർശിച്ചേനെ. തിളയ്ക്കുന്ന വെള്ളം ഉയർന്നു പൊങ്ങും പോലെ മന്ത്രധ്വനി എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. എൻ്റെ ശരീരം മുഴുവനായും ആ മന്ത്രധ്വനിയിൽ വിലയിക്കുന്നതായി എനിക്ക് തോന്നി. ജിജ്ഞാസയോടെ കിടാവ് കഴുത്തിലെ കയറിൽ നിന്ന് കൂതറുവാൻ തുടങ്ങി. ഈ മന്ത്രം കൊണ്ട് എന്ത് നേട്ടം? ഈ സൂര്യദേവനെ നനച്ചാൽ ഇങ്ങ് വരുമോ ആവോ? അതെങ്ങനെ നടക്കാൻ? ഈ മന്ത്രത്തിന് എന്ത് ശക്തിയാണുള്ളതെന്ന് ഒന്ന് പരീക്ഷിച്ച് കളയാം. ദുർവാസാവ് തപസ് തപസ് എന്ന് പറയാറുണ്ടായിരുന്നു. ആ തപസ്സിൻ്റെ ശക്തിയും ഒന്ന് അറിയാം. ഞാൻ കണ്ണുകൾ ചിമ്മി നിമിഷ നേരത്തേക്ക് ആ തേജോ രൂപത്തെ ഓർത്തു. കൈകുപ്പി നിർത്താതെ മന്ത്രമുരുവിട്ടു. ഓരോ വാക്കുച്ചരിക്കുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ കനം കുറഞ്ഞു വരുന്നതായി തോന്നി. മനസ്സ് തന്നെ നഷ്ടപ്പെട്ടതായി തോന്നി. മന്ത്രത്തിലെ ഈരടികൾ അതിവേഗത്തിലും ഉച്ചത്തിലും വായിൽ നിന്ന് പുറപ്പെട്ടു. ശരീരത്തെക്കുറിച്ച് അപ്പാടെ മറന്നുപോയി. മനസ്സ് ശേഷിച്ചില്ല. എല്ലാ വസ്തുക്കളും അപ്രത്യക്ഷമായി. ഞാൻ കുന്തിയാണ്. ഞാൻ സൗധനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ മന്ത്രം ഉച്ചരിക്കുകയാണ് എന്നീ ധാരണകളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു. ഞാൻ ആ തേജസ്സിൻ്റെ ജ്യോതിസ് മാത്രമായി. ആ വെളിച്ചത്തിൽ മറ്റൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. കിഴക്ക് നിന്ന് തേജോരൂപനായ പുരുഷൻ വരികയാണ്. കാതിൽ പ്രകാശം വിതറുന്ന ദിവ്യകുണ്ടലമുണ്ട്. സ്വർണ്ണവർണ്ണത്തിലുള്ള മുടി വെട്ടിത്തിളങ്ങുന്നു. കണ്ണുകളിൽ നിന്ന് തേജോകിരണങ്ങൾ പുറപ്പെട്ടിരുന്നു. ആ രൂപത്തിന് ചുറ്റും പ്രകാശം പരത്തി നിൽക്കുന്ന ഗമയോടെ ഇരുട്ടിൻ്റെ ലോകത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ആ രൂപം സൗധാനത്തിലേക്ക് വന്നു. 10 ദിക്കുകളോളം പ്രകാശം പൊഴിപ്പിച്ചുകൊണ്ട് ആ രൂപം അടുത്തു വന്നു. ആ തേജോരൂപനായ പുരുഷൻ എൻ്റെ ശരീരം സ്പർശിച്ചു. പ്രകാശം ചിതറി. ഇരുവരും അജ്ഞാത ഭാഷയിൽ സംസാരിച്ചു. ആ ആകാശപുരുഷൻ പ്രകാശത്തെ ദേജിച്ചുകൊണ്ട് അപ്പുറം കടന്നുപോയി. ഒരു മഹാതേജസ്സിൻ്റെ സംക്രമണം നടന്നു. എൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊള്ളി. ക്രമേണ എനിക്ക് ചൈതന്യം വീണ്ടു കിട്ടി. താപമേറ്റതിന് കാരണം എൻ്റെ ശരീരം എനിക്ക് തന്നെ അസഹ്യമായി തോന്നി. കൺമുമ്പിൽ പ്രകാശവലയം ആടിക്കളിച്ചു. കാലിൻ്റെ ശക്തി നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അവിടെ തന്നെ നിലവുറപ്പിച്ചാൽ ഞാൻ സൗധനത്തിൽ നിന്ന് തലകുത്തി വീഴും. ആ ഭയത്താൽ ഉടൻ തന്നെ ഞാൻ താഴെയായിരുന്നു. ആരോ എൻ്റെ പുറത്തു തൊട്ട ഉടൻ കൈവലിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി. അത് ധാത്രിയായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ അവൾ എന്നെ നോക്കുകയായിരുന്നു. കണ്ണു വീഴ്ചുകൊണ്ട് അവൾ പറഞ്ഞു, രാജകുമാരി, നിന്റെ ശരീരം ആകെ പൊള്ളുന്നു. വരൂ, ഞാൻ മരുന്ന് തരാം. ഞാൻ താഴെ ഇറങ്ങി. പടികളിറങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ് എനിക്ക് തോന്നിയത്. അന്നത്തെ എൻ്റെ അനുഭവങ്ങൾ സകല ഭാവനകൾക്കും അതീതമായിരുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറിയത് എന്നതിനെക്കുറിച്ച് എനിക്ക് തന്നെ അതിശയമായി. ആരോടും ഒന്നുവാൻ പറയുവാൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ കൺമുമ്പിൽ ആ പ്രകാശവലയം സദാ കറങ്ങിക്കൊണ്ടേയിരുന്നു.
ഞാൻ പലൊരു ദുർവാസാവിൻ്റെ പർണശാലയിൽ അലക്ഷ്യഭാവത്തിലിരുന്നു. കൊട്ടാര ഭൃത്യർക്ക് എൻ്റെ ഈ പെരുമാറ്റം നിഗൂഢമായി തോന്നി. അവരെല്ലാം എൻ്റെ ചുറ്റും വന്ന് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് സദാ ആകാശ സഞ്ചാരം നടത്തുകയായിരുന്നു. വെറുതെ പുറത്തെ വെളിച്ചത്തിലിരിക്കുവാൻ തോന്നിക്കൊണ്ടേയിരുന്നു. കൊട്ടാരത്തിൽ സദാ സൂര്യദേവനെ നോക്കിപ്പോയി. സൂര്യദേവൻ തലയ്ക്ക് മീതെ കൂടെ നീങ്ങി പിൻപുറത്തെത്തി. തപ്തകിരണങ്ങളേറ്റ് എൻ്റെ പുറം ചുട്ടുപൊള്ളുന്നതുവരെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. പതിവായി 3 മണിക്കൂറും ഈ നിലം തുടർന്നു. രാത്രി ഞാൻ ആകാശത്തേക്ക് നോക്കി. ആകാശത്തിൽ എണ്ണമറ്റ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ആ താരപുഷ്പങ്ങൾ പറിച്ചെടുക്കുവാൻ ആഗ്രഹം ജനിച്ചു. തിളങ്ങുന്ന എല്ലാറ്റിനോടും എൻ്റെ ആഭിമുഖ്യം വർദ്ധിച്ചു. എൻ്റെ ശരീരം സ്വർണ്ണവർണ്ണമായി. ഈ വിചിത്രമായ മനോഗതിയുടെ കുറേ നാളുകൾ കടന്നുപോയി. എൻ്റെ ശരീരത്തിൽ ആഗമനം മാറ്റങ്ങൾ പ്രകടമായി. ഒരു ദിവസം ഞാൻ അലക്ഷ്യമായി കൊട്ടാരത്തിൽ നടക്കുകയായിരുന്നു. ഒരു ദാസി സ്വർണ്ണവർണ്ണത്തിലുള്ള ചെമ്പക പുഷ്പം കൊണ്ടുവന്നു തന്നു. ഞാനത് മണത്തു. ഇതിനിടെ ധാത്രി കൊട്ടാരത്തിൽ വന്നു. അവരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ആ പൂവ് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. അതെടുക്കാനായി ഞാൻ കുമ്പിട്ടു. എൻ്റെ ശരീരത്തിനാകെ ഭാരം വർദ്ധിച്ചതായി തോന്നി. വളരെ ക്ലേശിച്ച് ഞാൻ വീണ്ടും ആ പൂവ് മണപ്പിച്ചു. ധാത്രി വിചിത്രഭാവത്തോടെ എന്നെ നോക്കി. വാർദ്ധക്യം കാരണം അവരുടെ മുഖത്ത് ചുളികൾ വീണിരുന്നു. അത് വീണ്ടും കൂടി. തീക്ഷ്ണവും അനുസവ സമ്പന്നവുമായ കണ്ണുകളാൽ അവൾ എൻ്റെ ശരീരത്തിൽ ആഗമനം നിരീക്ഷിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. മുഖം ചുളിച്ച് പുരുകമുയർത്തി അവൾ ചോദിച്ചു, രാജകുമാരി, എൻ്റെ പ്രായം എന്നെ ചതിക്കില്ല. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ. ധാത്രി ഇതുവരെ അനുവാദം വാങ്ങുകയില്ലെന്ന കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. ഞാനൊരു മറുചോദ്യം ചോദിച്ചു. അല്ല, എന്നാൽ ഇത് അങ്ങനെയല്ല രാജകുമാരി. ഈ ചോദ്യം ഒരുപക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഈ വൃദ്ധയ്ക്ക് ഭ്രാന്താണ്. ഇവരുടെ പുറത്ത് ചാട്ടവാറ് കൊണ്ടടിച്ച് ഇവരെ വിന്ധ്യാരണ്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് രാജകുമാരി ഉത്തരവിട്ടേക്കും. ധാത്രി, ഈ കൊട്ടാരത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ നിങ്ങളാണ്. ഏറ്റവും വിശ്വസ്തയായ ദാസിയുമാണ്. ചോദിക്കൂ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശങ്കിക്കാതെ ചോദിച്ചോളൂ. അവർ ഒരിക്കൽ കൂടി എൻ്റെ ശരീരം ആസകലം നോക്കി. തൊണ്ടയിടറിക്കൊണ്ട് ചോദിച്ചു, രാജകുമാരി അമ്മയോകം പോവുകയാണ്. ധാത്രി, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അലറി. എൻ്റെ ശരീരത്തിലൂടെ പാമ്പഴയുന്നത് പോലെ തോന്നി. രാജകുമാരി, എനിക്കേറെ അനുഭവങ്ങളുണ്ട്. ഈ രാജകുടുംബത്തിലെ 3 തലമുറകൾ കണ്ടവളാണ് ഞാൻ. മുമ്പിലുള്ള കണ്ണാടിയിൽ നിന്റെ ശരീരം സൂക്ഷിച്ചു നോക്കും. വിറച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അമ്മ, ഈ 2 അക്ഷരങ്ങൾ എൻ്റെ മനസ്സിൽ അമ്പരപ്പുണ്ടാക്കി. കൊട്ടാരമാകെ എനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. ഈ ഭൂമി പിളർന്നില്ലെങ്കിൽ, എന്നിട്ട് ഞാൻ അതിനകത്ത് പെട്ടുപോയെങ്കിൽ എത്ര നന്നായേനെ. തുരങ്കത്തിൽ ചിറകിടിക്കുന്ന കടവാലതിനെ പോലെ നിസ്സഹായമായ എൻ്റെ മനസ്സ് എവിടേക്കോ ഉരസി. ഞാൻ അമ്മയാകാൻ പോകുന്നു. കൗമാരത്തിൽ തന്നെ അമ്മയാവുക സ്ത്രീക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ വരമാണ്, മാതൃത്വം. എന്നാൽ എനിക്ക് ലഭിക്കുന്ന ഈ മാതൃത്വം ശാപതുല്യമല്ലേ? ദുർവാസാവിൻ്റെ ആ വാക്കുകൾ എൻ്റെ മനസ്സിലും ചെവിയിലും മുഴങ്ങിത്തുടങ്ങി. നീ വീരമാതാവാകും. അദ്ദേഹത്തിൻ്റെ മന്ത്രത്തിൻ്റെ പൊരുൾ എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ വാക്കുകൾ മുഴങ്ങി. ധീരന്മാർ വിജയലഹരിയിൽ ജീവിക്കണം. അവരുടെ കന്യകൾ ചാരിത്രശുദ്ധിക്കായി ജീവാർപ്പണം ചെയ്യണം. ചാരിത്രം, സ്ത്രീകളുടെ അമൂല്യ രത്നം. ചാരിത്രം, അതായത് ആര്യാവർത്തത്തിലെ സ്ത്രീയുടെ ശ്വാസോച്ഛ്വാസം. ഈ സമയത്ത് ഉദ്യാനത്തിൽ ചന്തോലപക്ഷിയുടെ കുഞ്ഞ് ചുണ്ടുവിടർത്തി കരഞ്ഞു. മധുരയിൽ നിന്നും എവിടെ കൊണ്ടുവരുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്ന വാക്കുകൾ ഗതഗൂണീകരിച്ചു കേട്ടിരുന്നു. നീ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ മകളാണ്. ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ക്ഷത്രിയ കന്യക, ചാരിത്രം. വാക്കുകൾ ഘനഘോഷവും തുടങ്ങി. സ്വരങ്ങൾ നൃത്തം വെച്ചു. ചാരിത്രം, ക്ഷത്രിയ കന്യക. ചെവി പൊത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ അലറി, ധാത്രി, നിൽക്ക്. അവർ തിരിച്ചു വന്നു. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ധാത്രി, ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും തീക്ഷ്ണമായ വിഷം സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ കയ്യിലെത്തിക്കണം. രാജകുമാരിയായ കുന്തിയാണ് പറയുന്നത്, ഓർമ്മയിരിക്കട്ടെ. വേറൊരു രക്ഷാമാർഗവും എൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു. രാജകുമാരി, അവരുടെ സ്വരം വീണക്കമ്പി പോലെ നാദം പോലെ പതറി. പൊയ്ക്കോളൂ, ഇത് രാജകുമാരുടെ ആജ്ഞയാണ്. ഞാൻ കർക്കശമായി പറഞ്ഞു, പൊയ്ക്കോളൂ. തല താഴ്ത്തി അവൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കിടന്നു. അതിനുശേഷം ധാത്രി കൊട്ടാരത്തിൽ വന്നതേയില്ല. രാജകുമാരിക്ക് വിഷം നൽകുവാൻ ആ വൃദ്ധിക്ക് മനസ്സ് വന്നില്ല. ഞാൻ അവർക്ക് പലതവണ സന്ദേശങ്ങൾ പറഞ്ഞയച്ചു. എന്നാൽ ഓരോ കഴിവ് അവർ പറഞ്ഞ് പിന്മാറി. 1000 നാവുകൾ ഉയർത്തി കാലം എന്നെ തിന്നാൻ പോവുകയാണെന്ന് തോന്നി. ഞാൻ കൊട്ടാരത്തിന് പുറത്തു പോകുന്ന പതിവ് ഉപേക്ഷിച്ചു. മരണം, ആ ചിന്ത മാത്രം എൻ്റെ മനസ്സിൽ ഉറച്ചു വരികയാണ്. അത് പിടയ്ക്കുന്ന പ്രാണനെ എന്നേക്കുമായി മോചനം നൽകുവാൻ എൻ്റെ മനസ്സിൽ മറ്റൊരു പോംവഴിയുമില്ലായിരുന്നു. മരണം, മരണതുല്യമായ വിഷമങ്ങളെ ഒടുക്കുന്ന മരണം. ലോകത്തിൽ ഇരുണ്ട ദൃശ്യങ്ങളെല്ലാം തൻ്റെ കരിനാക്കുകൊണ്ട് വിഴുങ്ങുന്ന മരണം. മനസ്സ് വീർപ്പ് മുട്ടുന്ന ഇത്തരം സാഹചര്യത്തിൽ മരണമല്ലാതെ മറ്റെന്ത് ഗതി? രാജകുമാരിയായ കുന്തി എല്ലാവരെയും ആദരിക്കുന്നു. അവളുടെ ഓരോ വാക്കും ആളുകൾ ശിരസാ വഹിക്കുന്നു. ഇതെല്ലാം വസ്തുതകളാണ്. എന്നാൽ നാളെ അമ്മയാവാൻ പോകുന്ന കുന്തിയെ ഇവർ ഇഷ്ടപ്പെടുമോ? കുലട എന്ന് വിളിച്ച് അവർ മുഖത്തു തുപ്പുകയും കല്ലുകൾ എറിയുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യില്ലേ? അല്ലെങ്കിലും ആളുകളുടെ സ്വഭാവം തന്നെ വിചിത്രമാണ്. മാതൃത്വത്തിൻ്റെ മഹത്വം എത്ര വാഴ്ത്തിയാലും അവർക്ക് മതിയാവുകയില്ല. ലോകത്തിലെ സമസ്ത ധൈര്യശാലികളും പെറുന്നത് അമ്മയുടെ വയറ്റിൽ നിന്നാണ്.
അതുകൊണ്ടാണ് അവർ മാതൃത്വത്തിൻ്റെ അപനാദങ്ങൾ വാഴ്ത്തുന്നത്. എന്നാൽ ഈ മഹത്വത്തിൽ തന്നെ അവർ ചിലപ്പോൾ ആപത്തിൻ്റെ രാജമുദ്ര പതിക്കുന്നു. ഇതേ മാതൃത്വത്തെ അവർ സാമൂഹിക അന്ധവിശ്വാസങ്ങളുടെ അനേകം കുന്തമുനകൾ കൊണ്ട് ഛിന്ന ഭിന്നമാക്കുന്നു. ഞാൻ കന്യകയായിരുന്നു, ഇപ്പോൾ അമ്മയാകുവാൻ സമൂഹം ഈ മാതൃത്വത്തെ എങ്ങനെ സ്വീകരിക്കും? മന്ത്രാലബ്ധിയിലൂടെ എനിക്ക് കുഞ്ഞുണ്ടായി എന്ന് പൊള്ളുന്ന സത്യം അവർ വിശ്വസിക്കുന്നു. സാക്ഷാൽ ദുർവാസാവ് തന്നെ കലിയിറങ്ങി ഈ കാര്യം പ്രസ്താവിച്ചാൽ പോലും അവർ വിശ്വസിക്കുന്നു. എന്തിനാണ് ദുർവാസാവ് നഗരത്തിൽ നിന്ന് വന്നത്? എൻ്റെ ജീവിതം കൊണ്ട് ഇത്ര ആവൽക്കരമായ വിധം ചൂത് കളിച്ച് അദ്ദേഹം എന്ത് നേടി? ആവൽക്കരമായ ഈ പരീക്ഷണം കൊണ്ട് എനിക്കെന്ത് നേട്ടമുണ്ടായി? എന്നാൽ ഇതെല്ലാം പുലയിൽ നിന്നുകൊണ്ട് എനിക്കെങ്ങനെ മോചനം കിട്ടും? ലോകത്തിലെ സംഭവങ്ങളെല്ലാം എവിടെയാണ് പൊരുത്തപ്പെടുക? നിരപരാധികൾക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വരില്ലേ? ഞാനും അവരിൽ ഒരാളല്ലേ? ചോദ്യങ്ങളാകുന്ന അസംഖ്യം മെനകൾ എൻ്റെ മുസ്തിതമാകുന്ന സർപ്പത്തെ കുത്തിക്കൊണ്ടേയിരുന്നു. നിസ്സഹായതയോടെ അത് പ്രാണാരാക്ഷം കരഞ്ഞു. മരണം, മരണം. ഞാൻ എഴുന്നേറ്റ് കൈ കാട്ടി. ഒരു ദാസി അടുത്തേക്ക് വന്നു. ഞാൻ അവളോട് പറഞ്ഞു, നഗരത്തിൽ പോയി രാജവൈദ്യനെ വിളിച്ചുകൊണ്ടുവരാം. അയാൾ എന്ത് ചെയ്യുകയാണെങ്കിലും വരാൻ പറയണം, ഉടനെ വേണം. അവൾ പോയി. അരമണിക്കൂറിനകം രാജവൈദ്യൻ കൊട്ടാരത്തിലെത്തി. കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് അയാൾ ചോദിച്ചു, രാജകുമാരി, എന്താണ് ആത്മാവിച്ചാൽ? വൈദ്യരെ, ദുർവാസാവ് മഹർഷിയുടെ യജ്ഞം അവസാനിപ്പിക്കണം. അവസാന ആഹൂതി എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും കടുത്ത വിഷം അതിന് പ്രയോഗിക്കണം. അതുടൻ തന്നെ ഈ ദാസിയുടെ കയ്യിൽ കൊടുത്തയക്കണം. ദുർവാസാവ് എന്ന് കേൾക്കുന്ന താമസം രാജവൈദ്യൻ നിശബ്ദനായി. കാരണം എത്ര വിരളമായ വസ്തുവായാലും ദുർവാസാവ് ഇച്ഛിച്ചാൽ കിട്ടുമെന്ന് അയാൾക്കറിയാം. ഉത്തരവ്. അതും പറഞ്ഞ് അയാൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് ആ ദാസി ഒരു കുപ്പിയിൽ വിഷയവുമായി വന്നു. എനിക്ക് ആശ്വാസമായി. ഇനി എനിക്ക് എൻ്റെ മനസ്സിനെ നീട്ടുന്ന ഏത് വികല പ്രശ്നത്തെയും നേരിടാം. ഞാൻ ആ കുപ്പി ഒരു മൂലയിൽ സൂക്ഷിച്ചു വെച്ചു. ഈ കുപ്പി മരണതുല്യമായ എല്ലാ യാതനകളെയും അവസാനിപ്പിക്കും. അന്ന് രാത്രി എങ്ങും നിശബ്ദത പരന്നപ്പോൾ ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. മൂലയിൽ വെച്ചിരുന്ന വിഷക്കുപ്പി എടുത്തു. മധുരയിലെ അച്ഛനെ ഓർത്ത് ധ്യാനിച്ച് കണ്ണുകളടിച്ച് പതുക്കെ പറഞ്ഞു, അച്ഛാ, അങ്ങയുടെ പൃഥ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ മകളാണ്. അക്കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ തീരുമാനം അങ്ങേക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനുശേഷം ഭോജാപുരയിലെ അച്ഛനെ ധ്യാനിച്ചു. ക്ഷത്രിയകന്യമാർ ചാരിത്രശുദ്ധിക്കായി മരണം വരിക്കണം. ഈ സത്യം ഞാൻ നിന്ന് തെളിയിക്കാൻ പോവുകയാണ്. അച്ഛാ, എനിക്ക് ആശീർവാദവും ധൈര്യവും നൽകണമേ. നിമിഷ നേരത്തേക്ക് ഞാൻ കണ്ണു തുറന്നു. എങ്ങും ശ്മശാന മൂകത. നെടിയുടെ കൊണ്ട് എൻ്റെ സ്ഥിതിയും ഇതേപോലെ തന്നെ ശാന്തമാവും. നിർദ്ധയമെങ്കിലും ആകർഷമായ ഈ ലോകം ഇനി ഞാൻ കാണില്ല. അതാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് വികലമായി. എങ്കിലും ഞാനിത് നിയന്ത്രിച്ച് അമ്മയെ ഓർത്തുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ പ്രത അനേകം യാതനകൾ സഹിക്കാൻ വേണ്ടി പിറന്നവളാണ്. ഇന്ന് ഈ ദുഃഖം അവസാനിക്കും. എന്നെ അനുഗ്രഹിച്ചാലും. കണ്ണടച്ച് ഞാൻ കുപ്പി വായിലേക്ക് കമഴ്ത്തി. കട്ടിലിലേക്ക് ചാഞ്ഞു. ഇനി നേരം വെളുത്താൽ നഗരത്തിലാകെ ബഹളമാവും. ഞാനൊരു കുപ്പി വിഷം കുടിച്ചിരുന്നെങ്കിലും അതൊട്ടും ഏശിയില്ല. ആഗ്രഹിക്കുന്ന വേളയിൽ ദയാദക്ഷിണം കാണിക്കുവാൻ മരണവും ഒരുക്കുമല്ല. എൻ്റെ വയറ്റിൽ ഭയാനകമായ അഗ്നിദാഹം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ തൊണ്ടയിൽ ഇത്തിരി നീറ്റൽ അനുഭവപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ കട്ടിൽ തന്നെ കിടന്നു. എന്നിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല. മനോവിഷമം കൊണ്ട് അല്പം അലസ്യം തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ശരീരം ഭയം കൊണ്ട് വിറച്ചു. ഞാൻ ആരാണ്? വിഷം കുടിച്ചിട്ട് മരിക്കാത്തവൻ. സന്ദേഹം മനസ്സിനെ ശ്വാസിച്ചു. ജീവിതം എനിക്ക് അസഹ്യവും മരണവും അസാധ്യവുമായി തീർന്നു. വിഷം പോലും എൻ്റെ ശരീരത്തിൽ ഏശുന്നില്ല. ഞാൻ ആരാണ്? വാതിൽ തുറന്ന് ഞാൻ പുറത്തു വന്നു. ദാസിമാരുടെ മുറിയിലെത്തി. അവിടെ അനവധി പേർ ഉറങ്ങുന്നു. ഒരു കോണിൽ ധാത്രിയും ചുരുണ്ടുകൂടി ഇറങ്ങുന്നുണ്ട്. ഞാൻ ഉച്ചത്തിൽ അവരെ തട്ടി ഉണർത്തി. എന്നെ കണ്ടപ്പോഴേക്കും അവരാകെ ഞെട്ടി. കൈ പിടിച്ച് വലിച്ച് ഞാൻ അവരെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു. എനിക്കൊരാളുടെ സഹായം വളരെ ആവശ്യമായിരുന്നു. മുറിയിൽ കിടന്നുടൻ സംഭവങ്ങളെല്ലാം വിവരിച്ചു. അവളുടെ ചുമലിൽ തട്ടി വിഷമത്തോടെ ഞാൻ ചോദിച്ചു, ധാത്രി, ഇനി നിങ്ങൾ തന്നെ പറയും, ഞാൻ എവിടെ പോകും, എന്ത് ചെയ്യും? എനിക്ക് മരിക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ പരുപരുത്ത കൈകൊണ്ട് എൻ്റെ പുറം തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, രാജകുമാരി, ധൈര്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ പോയ പോലെ അബദ്ധത്തിലൊന്നും നീ മുറിവിട്ട് പോകരുത്. ഈ നിലയിൽ നിങ്ങളെ ആരും കാണാനിടവരുത്. അന്ന് തൊട്ട് ധാത്രി എൻ്റെ മുറിയിൽ തന്നെ കഴിയുവാൻ തുടങ്ങി. അവരും ആരെയും അങ്ങോട്ട് വിടാൻ അനുവദിച്ചില്ല. പല നാളുകൾ കഴിഞ്ഞു. പൗർണമചന്ദ്രനെ പോലെ എൻ്റെ ശരീരം തടുത്തു വന്നു. എന്നാൽ മനസ്സ് ഗ്രഹണചന്ദ്രനെ പോലെയായി. ഓരോ നിമിഷവും ഒരു യുഗം പോലെ തോന്നി. ശരൽക്കാലം കഴിഞ്ഞതേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു നാൾ ആകാശം വരുന്നു. കൊടുങ്കാറ്റ് കൊട്ടാരത്തിന്മേൽ ആഞ്ഞടിച്ചു. പേമാരി ചുരിഞ്ഞു തുടങ്ങി. അർദ്ധരാത്രി എനിക്ക് വയറ്റുവേദനയുണ്ടായി. സഹിക്കാൻ വയ്യാത്ത വേദനയിൽ ഞാൻ കട്ടിലിൽ കിടന്നു. തലയണ ഞെരിച്ചമർന്നു. സൂചി കുത്തും പോലെ വേദന അനുഭവപ്പെട്ടു. വൃദ്ധധാത്രിയുടെ കണ്ണിലും ഭയം തുടങ്ങി നിന്നു. പുറത്ത് ശക്തിയായി ഇടിയും മിന്നലും കാറ്റും. അസഹ്യമായ പേറ്റുനോവ് കൊണ്ട് ഞാൻ കരയുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം നാടാകെ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. എന്നാൽ പുറത്ത് ഇടിമുഴക്കം കാരണം ആരും അത് കേട്ടതേയില്ല. ഞാൻ അമ്മയെ, മാതൃത്വം, സ്ത്രീയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അലങ്കാരം, പേറ്റുനോവിൻ്റെ നെരുവെടുപ്പിൽ വെന്തുവർന്ന സ്വർണം, പ്രകൃതിയിലെ ഏറ്റവും മംഗളകരമായ വരം. ഞാൻ അത്യധികം ഔത്സല്യത്തോടെ ആ നിഷ്കളങ്ക ശിശുവിനെ നോക്കി. ആനന്ദത്തിൻ്റെ മയിൽപ്പീലി പതുക്കെ എൻ്റെ മനസ്സിനെ തലോടി. ഉദയസൂര്യനെ പോലെ എത്ര ആകർഷണമാണ് ആ രൂപം. എന്നെ കണ്ടതോടെ കുഞ്ഞു കരച്ചിൽ നിർത്തി.
കുഞ്ഞിക്കണ്ണുകൾ ഇമ പൂട്ടാതെ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കാതിൽ നീലപ്രകാശം പൊഴിക്കുന്ന 2 മാംസല കുണ്ടങ്ങളുമുണ്ട്. ഉത്കണ്ഠയോടെ ഞാൻ അവ തൊട്ടു നോക്കി. ചെമ്പരുത്തി മുട്ടുപോലെയുണ്ട്. ആ കോമള ശരീരത്തിൽ സ്വർണ്ണവർണ്ണമാണുള്ളത്. കുഞ്ഞിൻ്റെ ചുരുണ്ട അളകങ്ങൾ കാറ്റിൽ അലയുന്നു. തേജസാർന്ന വട്ടമുഖം. വലതുകാലിലെ പെരുവിരൽ കടിക്കുന്നു. ഇളം നീലിമ കലർന്ന ആ നിഷ്കളങ്കയുള്ള നേത്രങ്ങൾ തുറന്നു മടച്ചും അതെന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു കാറ്റിൻ്റെ കൊച്ചല വന്നപ്പോൾ അത് സന്തോഷം കൊണ്ട് കൈകൊട്ടിച്ചിരിച്ചു. മുടി എഴുന്നേറ്റ് നിന്നു. കവളിൽ സുന്ദരമായൊരു നുണക്കുഴി തെളിഞ്ഞു. ഞാൻ രാജകുമാരിയാണ്, ക്ഷത്രിയ സ്ത്രീയാണ്, ഇതെൻ്റെ കൗമാര ശിശുവാണ് എന്നീ കാര്യങ്ങളെല്ലാം കുഞ്ഞിനെ കണ്ടതോടെ മറന്നുപോയി. ധാത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ വാങ്ങി. ആവേശത്തോടെ തുടരെ മുത്തം കൊടുത്തു. എൻ്റെ സ്പർശമേറ്റതോടെ അതെന്നെ അള്ളിപ്പിടിച്ചു. ഞാൻ അനുഗ്രഹീതയായി. ഈ അനുഭവം എന്നെ പുളവം കൊള്ളിച്ചു. മാതൃത്വം തന്നെയാണ് സ്ത്രീയുടെ മോക്ഷമെന്ന് ക്ഷണനേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. കുഞ്ഞിൻ്റെ മാംസള സ്പർശമായിട്ടുമ്പോൾ എൻ്റെ വസ്ത്രാഞ്ചലത്തിൽ പാൽ ചിറന്നു വീണു. മുലയൂട്ടാനായി ഞാൻ കുഞ്ഞിനെ മടിയിൽ കിടത്തി. വസ്ത്രാഞ്ചലം കൊണ്ട് കുഞ്ഞിൻ്റെ ശരീരം പുതച്ചപ്പോൾ ധാത്രി കൈക്ക് പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, രാജകുമാരി, സമയം നന്ദി കുറവാണ്. ഇടിയും മഴയും കഴിയും മുമ്പ് നമുക്ക് പുറത്ത് കിടക്കണം. എങ്ങോട്ട്? എന്തിന്? ഞാൻ അങ്കലപ്പോട് ചോദിച്ചു. ഈ കുഞ്ഞിനോടടുത്ത് നിങ്ങൾക്കൊരിക്കലും ജീവിക്കാനാവില്ല. പിന്നെ എന്തു ചെയ്യാൻ? ഇതിനെ അങ്ങ് ഉപേക്ഷിക്കാം. ധാത്രി, എന്താണ് ഈ പറയുന്നത്? ഒരമ്മയുടെ കടിഞ്ഞൂൽ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? നിങ്ങളിത് എങ്ങനെയെന്ന് നോക്ക്. പാവം എന്നറിയാതെ ഈ കൊച്ച് എന്തു തെറ്റാണ് ചെയ്തത്? രാജകുമാരി, ഞാനെല്ലാം മനസ്സിലാക്കുന്നു. എന്നാൽ നാട്ടുകാർക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്കാകുമോ? ഇല്ല ധാത്രി, പ്രാണം പോയാലും ഞാൻ ഈ കുഞ്ഞിനെ വെളിയില്ല. ഞാൻ ആരുടെയും രാജകുമാരിയുമല്ല, കന്യകയുമല്ല. ഞാൻ ഈ അരക്കുഞ്ഞിൻ്റെ അമ്മയാണ്. മതി, ഞാനൊരു അമ്മ മാത്രമാണ്. രാജകുമാരി, പുത്രജന്മം കൊണ്ടുണ്ടായ സന്തോഷാബ്ദിയേക്കാൾ വിവേകം കൈവിടരുത്. നാളെ മഹാരാജാവ് ഒരു കാര്യം അറിഞ്ഞാൽ എനിക്കൊന്നും ഊഹിക്കാനാവുന്നില്ല. ഒരുപക്ഷേ എന്ന് വെച്ചാൽ അദ്ദേഹം നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയേക്കും. ജനങ്ങളുടെ കുലട, ദുഷ്ട എന്നെല്ലാം വിളിച്ച് കുത്തി നോവിക്കും. മധുരയുടെ വാതിലിലും നിങ്ങളുടെ മുമ്പിൽ എന്നേക്കുമായി അടയും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ധാത്രി? ഞാൻ എവിടെ പോകും? ഞാൻ ഈ നിസ്സഹായമായ വിടുന്നു. രാജകുമാരി, ധൈര്യമായിരിക്കും. കുഞ്ഞിനെ കൈവിടുകയില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പോംവഴിയില്ല. അതാണ് ഇവർക്കും നല്ലത്. കൈവിടുകയോ? ഞാനതെങ്ങനെ ചെയ്യും? അമ്മ കൊലയാളിയാവുകയോ? വേഗമാവട്ടെ. ഇതിൻ്റെ കരച്ചിൽ വല്ലവരും കേൾക്കും മുമ്പ് നമുക്ക് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങണം. ധാത്രി, നിങ്ങളെത്ര ക്രൂരയാണ്. അമ്മ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്കവരോട് വെറുപ്പ് തോന്നി. രാജകുമാരി, എനിക്ക് രാജകുമാരിയുടെ മാനം കാക്കിയിടുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ പന്തികേണ്ടതെന്ന് തോന്നുമെങ്കിൽ വേണ്ടത്ര ഇരുന്നെന്ന് വെച്ചോളൂ. ഞാൻ പോകുന്നു. എന്തായാലും കുഞ്ഞിനെ മഹാരാജാവ് കണ്ടാൽ. അവൾ അത്രയും പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. സ്നേഹം, ദുരിതം, ഭാവന, കർത്തവ്യം, മമത, യാഥാർത്ഥ്യം എന്നീ പ്രതിസന്ധികൾപ്പെട്ട് എൻ്റെ മനസ്സുലഞ്ഞു. എന്തു ചെയ്യും? കുഞ്ഞിനെയും എടുത്ത് ഒറ്റയ്ക്ക് ദൂരെ എങ്ങാനും പോയാലോ എന്നൊരു വേള ചിന്തിച്ചു. എന്നാൽ എവിടെ പോകും? ആരുണ്ട് അഭയം തരാൻ? അനിശ്ചിത്വത്തിൻ്റെ പ്രളയത്തിൽ ഒരു സ്ത്രീ കൈക്കുഞ്ഞിനുമായി എവിടെയെല്ലാം അലയും. അലഞ്ഞാൽ തന്നെയും സംരക്ഷണം ഒരു പ്രശ്നമാണ്. കളങ്കം എന്തെന്നറിയാത്ത കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഉപേക്ഷിച്ചു? സമൂഹം, എന്തെല്ലാം തകരക്കാൻ നിറഞ്ഞതാണ് സമൂഹം. ആരാണ് അവർക്ക് ഈ അവകാശങ്ങൾ നൽകിയത്? ഈ അവകാശങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്തു മൂലച്ച ഈത്തിക്കണ്ണുകളല്ലേ? സമൂഹം പാവമെന്ന് പറഞ്ഞാൽ അത് ആക്ഷേപികമല്ലേ? നാളിതുവരെ എത്ര അബലകൾ സമൂഹത്തിൻ്റെ ഈ ക്രൂരമായ ആചാരങ്ങൾ കൂടി കിണറുകളിലും പുഴകളിലും ജീവിതം മുടുക്കി കാണും. ഞാനും അതാണോ ചെയ്യേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. ഈ കുഞ്ഞിൻ്റെ രൂപം അസാധാരണമാണ്. ഞാൻ ജീവിക്കുക തന്നെ വേണം. ഏതു നിലയിൽ ഇതിനെ സംരക്ഷിക്കുകയും വേണം. എന്തു ചെയ്യും? ഞാൻ ധാത്രിയെ വിളിച്ചു. ധാത്രി, പോവരുതേ. പോവാൽ എനിക്ക് മോഹാത്സ്യം വരും. ശരീരവും മനസ്സും വീർപ്പ് മുട്ടി. അവർ മടങ്ങി വന്ന് എൻ്റെ പുറം തലോടിക്കൊണ്ട് പറഞ്ഞു, രാജകുമാരി, ക്ഷത്രിയ കന്യകയായത് കാരണം ഇതേ വഴിയുള്ളൂ. കുഞ്ഞിനെ ഇങ്ങോട്ട് തരും. അവർ മുന്നോട്ടാഞ്ഞ് എൻ്റെ മടിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിൻ്റെ വസ്ത്രത്തിൽ അള്ളിപ്പിടിച്ചു. ധാത്രി ബലപൂർവ്വം വിടുവിച്ചു. എൻ്റെ മനസ്സ് പിടഞ്ഞു. കുഞ്ഞിനെയും എടുത്ത് ധാത്രി പുറത്തേക്കിറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് ചുമലിൽ ഒരു ചെറിയ മരപ്പെട്ടിയുമായി അവർ വീണ്ടും വന്നു. അവരത് കട്ടിലിൽ വെച്ചു. അവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. ഞാൻ പരിഭ്രമത്തോട് ചോദിച്ചു, ധാത്രി, കുഞ്ഞിനെ എവിടെ വെച്ചു? മറുപടിക്ക് പകരമായി അവർ പെട്ടിയുടെ മൂടി തുറന്ന് കാണിച്ചു. പെട്ടിയിൽ ഒരു കൊച്ചു കിടക്കയിൽ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയാണ്. അതിൻ്റെ അടുത്തായി വല പിടിച്ച ആഭരണങ്ങൾ വെച്ചിരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ നിറം ആഭരണങ്ങളെയും നിഷ്പ്രഭമാക്കിയിരുന്നു. പെട്ടിയുടെ പലകൾ പേരുനിറം മെഴുകിക്കൊണ്ട് ചേർത്ത് വെച്ചിരുന്നു. മുകൾ ഭാഗത്തൊരു സുഷിരവുമുണ്ട്. അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു, ധാത്രി, കുഞ്ഞിനെ എന്താണ് പെട്ടിയിലാക്കിയത്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രാജകുമാരി, വെള്ളം ഈറുന്നതിന് മുമ്പ് ഈ പെട്ടി അശ്വനദിയിൽ ഒഴുക്കണം. ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോകുന്ന മനസ്സ് മറ്റാർക്കുമില്ല. ധാത്രി, ഞാൻ രാജകുമാരിയെ വേശ്യയോ? പുത്രസ്നേഹം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ദൈവം മറന്നുപോയതാണ്. രാജകുമാരി, എൻ്റെ 8 മക്കളിൽ രാപ്പകൽ ഈ കൊട്ടാരത്തിൽ നിങ്ങളെ സേവിച്ച് കഴിയുന്നവരുണ്ട്. മനസ്സ് പതറരുത്, വേഗമാവട്ടെ. അവൾ വാക്കുകൾ ശരം പോലെ എൻ്റെ മനസ്സിൽ തുളഞ്ഞു കയറി. എന്നാൽ നേരം പുലർന്നാൽ എൻ്റെ ഗതി എന്താവും? കൊട്ടാരത്തിലെ ചണ്ടിക്കൂമ്പാരത്തിലേക്ക് ബലിക്ക് മുമ്പ് ബലിമൃഗത്തെ വലിച്ചു കെട്ടാറുണ്ട്. അതേ മട്ടിൽ എൻ്റെ മനസ്സ് ക്രമം തെറ്റിയ ചിന്തകളെ വരിഞ്ഞു മുറങ്ങി.
ഈ കുഞ്ഞിനെയും എടുത്ത് ധാത്രിയെ ചവിട്ടി മാറ്റി കണക്കുന്ന വഴിക്ക് നടന്നാലോ? അല്ലെങ്കിൽ അവരെന്ത് പിഴച്ചു? ഒരു സ്ത്രീയായിട്ട് പോലും തൻ്റെ രാജകുമാരിക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് സന്തോഷമാണോ? കുറ്റം ആരുടേതാണ്? എൻ്റെയോ ദുർവാസാവിൻ്റെയോ പിറന്നു വീണ ഈ കുഞ്ഞിൻ്റെയോ? മനുഷ്യനെ കുതിരയെപ്പോലെ തുഴിക്കുന്ന കാലൻ്റെയോ? ചുറ്റുപാടിൻ്റെയോ സമൂഹത്തിൻ്റെയോ? ചിന്തിച്ച് തല പൊണ്ണാകുമോ എന്ന് എനിക്ക് തോന്നി. ഈ തുണയേറ്റ ജീവിതത്തിൽ എനിക്ക് നീരസം തോന്നി. വിധാതാവ് ഈ രാജകുമാരിയെ അവലയാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സാഹചര്യം അമ്മയുടെ കൊലയാളിയാകുന്നു. ഒരത്തെയും പിടിയും കിട്ടാതെ എനിക്ക് കൊട്ടാര ചുമരിൽ തലയിട്ടിച്ചിരുന്നു. എൻ്റെ നെറ്റിയിൽ നിന്ന് ചോര തെറിച്ചു. ധാത്രി എന്നെ പുറകോട്ട് വലിച്ചു. അവരുടെ വസ്ത്രാൽപ്പം കൊണ്ട് എൻ്റെ നെറ്റി തുടച്ചുകൊണ്ട് പറഞ്ഞു, രാജകുമാരി, ഈ ചോര ചുമരിൽ ചിന്താനുള്ളതല്ല, ഈ ധീരന്മാരെ സൃഷ്ടിക്കാനുള്ളതാണ്. ഈ രക്തത്തിൻ്റെ പേരിൽ ആണെങ്കിലും ഇനി ഒരക്ഷരം പറയാതെ ധൈര്യമായി എൻ്റെ കൂടെ വരും. വസ്ത്രഞ്ചലം വായിൽ തിരികെ ഞാൻ കരഞ്ഞു. ധാത്രി പെട്ടിയുമായി മുമ്പേ നടന്നു. കൊട്ടാരമാകെ പുലർക്കാല നിദ്രയിൽ മുഴുകിയിരിക്കുന്നു. പുറത്തെ കൊടുങ്കാറ്റ് ഇപ്പോൾ അല്പം ശാന്തമായി. ധാത്രി തുരങ്കമുള്ള മുറിയുടെ അടുത്തെത്തി. കല്ലിൻ്റെ കുറ്റി വലത്തോട്ട് തിരിച്ചു. തുരങ്ക കവാടം തുറന്നു. അവൾ പടവുകളെറിഞ്ഞു. എനിക്ക് തുരങ്കത്തിനുള്ളിൽ ചിറകെട്ടടിക്കുന്ന വാവലുകളുടെ കാര്യം ഓർമ്മ വന്നു. എൻ്റെ മനസ്സ് കീണു. ജീവിതം ഒരു ഭയങ്കര തുരങ്കമാണ്. ഇന്ന് എനിക്കും ആ തുരങ്കത്തിൽ പോയേണ്ടി വന്നു. കൊട്ടാര സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പണിത തുരങ്കം ഇന്ന് ഞാൻ എൻ്റെ രക്ഷയ്ക്ക് ഉപയോഗിക്കുകയാണ്. പക്ഷേ എത്ര വ്യത്യസ്തവും ഭയങ്കരവുമാണ് വിധം. തുരങ്കത്തിലൂടെ ഞങ്ങൾ അശ്വനദിയിലെത്തി. അടുത്തുണ്ടായിരുന്ന മഴ കാരണം അശ്വനദി ഇരമ്പിക്കൊണ്ടേയിരുന്നു. ഈ കലങ്ങിയ ചെളിവെള്ളം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. ഈ അലറിപ്പായുന്ന നദിയുടെ ഓളങ്ങളിൽ എൻ്റെ ഈ കൈക്കുഞ്ഞിനെ ഒഴുക്കുകയും വിശന്നാൽ കരയാനല്ലാതെ മറ്റൊന്നിനും അറിയാത്ത ഈ കുഞ്ഞിനെ ഗർജിച്ചൊഴുകുന്ന ഈ നദിയിലേക്ക് തള്ളാനും. പിന്നെ ഈ പെട്ടി മുങ്ങിപ്പോയാൽ ഈ പുഴയുടെ അഗാധതയിൽ എന്തെല്ലാം കാണും? വലിയ വായുള്ള മത്സ്യങ്ങളും മുതലകളും. ധാത്രി പെട്ടി ആ വെള്ളത്തിലേക്ക് ഒഴുക്കി. ഓളങ്ങളിൽ തട്ടി ആ പെട്ടി ദൂരേക്ക് ഒഴുകി. ഉത്കടമായ മാതൃസ്നേഹം നിമിത്തം മനസ്സിൻ്റെ മണൽച്ചില തകർന്നു. എൻ്റെ ഓമനി എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ധാത്രി എന്നെ വിലക്കി. ഞാൻ കുതിർവാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയത്ത് അവരുടെ കൈക്ക് എന്തോ കരുത്തായിരുന്നു. സ്വന്തം ശരീരം മറന്നുകൊണ്ട് അവർ എന്നെ നിയന്ത്രിച്ചു. അവർ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചു. പെട്ടി അപ്പോഴേക്കും വിദൂരതയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ക്ഷതമേറ്റ് ഞാൻ ധാത്രിയുടെ ചുമലിൽ തലവെച്ചുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. അവർ എൻ്റെ പുറം തടവി. ഞാൻ അവരെ താങ്ങുവാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു വെളുത്ത പശു കിടാവിനോടൊത്ത് പുഴയിൽ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതോടെ ഞാൻ കണ്ണുപൊത്തി. ആ വാത്സല്യം എൻ്റെ ഹൃദയത്തിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കി. ഈ മാതൃത്വം സാഹചര്യത്തിന് മുമ്പിൽ തലകുനിച്ചു. കുന്തിയുടെ ജീവിതത്തെ എക്കാലത്തെയും പൊള്ളയാകുന്ന ഒരു സത്യം പ്രകടമായി. കുന്തിയുടെ ജീവിതം ഇന്നു മുതൽ ചത്തതിനേക്കും ജീവിച്ചിരുന്നതിലും എന്ന മട്ടായി. കൊട്ടാരത്തിലെത്തിയെന്നും ഞാൻ കട്ടിലേക്ക് മറിഞ്ഞു. നന്നേ ക്ഷീണിച്ച സ്വരത്തിൽ ഞാൻ ധാത്രിയോട് പറഞ്ഞു, പട്ടണത്തിലെ കേമനായ മുക്കുവനെ വിളിച്ച് പെട്ടി ആർക്ക് കിട്ടിയെന്ന് അന്വേഷിക്കാം. എനിക്കിനി ഏകാന്തത വേണം. നിങ്ങളിവിടെ നിന്ന് പോയിക്കോളൂ. ഞാൻ തൂവൽ തലയിണയിൽ മുഖമലർത്തി. ചൂടേറിയിട്ട് പോലും ആ കിടക്ക മഞ്ഞുകട്ട കണക്ക് തണുത്തതായി അനുഭവപ്പെട്ടു. അശ്വനദിയിലെ ഓളങ്ങൾ പോലെ തന്നെ തേങ്ങിരയുമ്പോഴും രഹസ്യം പുറത്താകുമോ എന്ന ഭർത്തത്താൽ എനിക്ക് നിയന്ത്രിക്കേണ്ടി വന്നു. എൻ്റെ വീർപ്പുമുട്ടലിൽ നിർഷാദിയായ പൃഥ കൈകൊട്ടിലടക്കുവാൻ തുടങ്ങി. നേരം പുലർന്നിട്ടും മഴക്കാലമായതിനാൽ കൊട്ടാരത്തിന് ചുറ്റുമുള്ള കദംബ വൃക്ഷത്തിൽ ചീവീടുകൾ ഇടതവിടാതെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഞാൻ ഏറെ കരഞ്ഞു. പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ തിരിച്ചെത്തിക്കുവാൻ വാശി പിടിക്കാറുണ്ടായിരുന്ന പൃഥ ഇന്ന് സ്വന്തം കൈകൊണ്ട് തൻ്റെ കുഞ്ഞിനെ ആറ്റിൽ തള്ളി. ആ കുഞ്ഞ് എവിടെ പോകും? ആരുടെ കയ്യിലെത്തും? ഒരു വേള ഒഴുകി കടലിൽ ചെന്ന് ചേരും. അങ്ങനെ സംഭവിച്ചാൽ? എൻ്റെ മനസ്സ് അനേകം ആശങ്കകൾ കടന്നുപോയി. തല നിവർത്തുവാൻ പോലും കഴിഞ്ഞില്ല. ആരുടെയും മുഖത്ത് നോക്കുവാനുള്ള തൻ്റെ ഇടവുമില്ല. രാത്രി ആരോ മറയിൽ വന്ന് റാന്തൽ കത്തിച്ചു. അല്പം കഴിഞ്ഞ് ആരോ അകത്തേക്ക് വന്നു. അയാൾ പതുക്കെ എൻ്റെ പുറം തലോടി. ധാത്രിയാണെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ ഒച്ചവെച്ചു, ധാത്രി പോകുവിടുന്നു. എനിക്ക് ഇവരുടെ സ്പർശം പോലും അസഹ്യമായി. കുഞ്ഞെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഞെട്ടിപ്പോയി. അത് അച്ഛനായിരുന്നു. റാന്തലിൻ്റെ മങ്ങിയ വെട്ടത്തിൽ അദ്ദേഹം നിൽക്കുന്നു. മുറിക്കരയിൽ ധാത്രി കാവലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ നേരെ അകത്തേക്ക് വന്നെന്ന് തോന്നുന്നു. ഞാൻ കണ്ണു തുടച്ച് അദ്ദേഹത്തെ നോക്കി. ഭയം കൊണ്ട് മനസ്സ് വിറങ്ങിലിച്ചിരുന്നു. അച്ഛൻ ഇതെല്ലാം അറിഞ്ഞു കാണുമോ? ധാത്രിക്ക് ഒരു ദിവസം പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലേ? ഇനി എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരിക? അശ്രദ്ധമായ എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ ഭാവി ഇരുണ്ടതാവുന്നു. എൻ്റെ ചുമലിൽ തടി ശാന്തനായി അദ്ദേഹം പറഞ്ഞു, കുന്തി, മധുരയിൽ നിന്നും നിന്റെ അച്ഛനെ കത്ത് വന്നിട്ടുണ്ട്. നിന്റെ സ്വയംവരത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമെന്ന് തോന്നുന്നു. എനിക്ക് ശ്വാസം നേരെ വീണു. എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങയുടെ ആജ്ഞയനുസരിച്ച് എല്ലാം നടക്കട്ടെ. മധുരയെക്കുറിച്ച് ഓർമ്മ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി അതെല്ലാം തീരും. നിനക്കിനി താമസിയാതെ അച്ഛനമ്മമാരെ കാണാം. കണ്ണു തുടയ്ക്കൂ, വിഷമിക്കാൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിവരമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് എനിക്കൊന്നിട്ടും മനസ്സിലാവുന്നതുമില്ല. തുടരും.